ഹാർട്ടിന്റെ ബ്ലോക്കിന്റെ അസുഖങ്ങൾ വളരെ സാധാരണയായിട്ട് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിലും പലപ്പോഴും അത് 3 തരത്തിലാണ് പുറത്തേക്ക് വരിക എന്നുള്ളത് പലർക്കും അറിയില്ല. അതിൽ ഒന്നാമത്തെ അവസ്ഥയെ നമ്മൾ സ്റ്റേബിൾ അഞ്ചേന എന്ന് പറയും. ഇതിന്റെ ഒരു ഉദാഹരണം ഒരു ട്രാഫിക് ബ്ലോക്കാണ്. എന്ന് വെച്ചാൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിലും നമ്മളെ വണ്ടി തിരക്കിൽ പതുക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, വണ്ടി സ്റ്റോപ്പ് ആവുന്നില്ല. ഇതുപോലെ സ്റ്റേബിൾ അഞ്ചേനയുള്ള വ്യക്തിക്ക് രക്തോട്ടൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷേ ഭാരപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആയാസപ്പെടുന്ന സമയത്ത് മാത്രം നെഞ്ചിൽ അസ്വസ്ഥത വരുന്നു. അതേസമയം ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഈ അസ്വസ്ഥയൊക്കെ കുറഞ്ഞു പോകും. ഇതാണ് സ്റ്റേബിൾ അഞ്ചേന. രണ്ടാമത്തെ അവസ്ഥ അൺസ്റ്റേബിൾ അഞ്ചേന എന്ന് പറയും. ഇത് പെട്ടെന്നാണ് സാധാരണ സംഭവിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു വണ്ടി എടുത്തിട്ട് ഒരു തുരങ്കത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്ന് പാറ ഇടിഞ്ഞു വീണ് റോഡ് ബ്ലോക്ക് ആവുന്ന അവസ്ഥ. ഇതാണ് അൺസ്റ്റേബിൾ അഞ്ചേന എന്ന് വെച്ചാൽ രക്തക്കൊയിലെ ബ്ലോക്ക് പെട്ടെന്ന് പൊട്ടിപ്പോയിട്ട് രക്തോട്ടത്തിന് തടസ്സം വരുന്ന അവസ്ഥ. ഇതാണ് അൺസ്റ്റേബിൾ അഞ്ചേന. മൂന്നാമത്തെ അവസ്ഥയാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ മേജർ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന അവസ്ഥ. ഇതിന്റെ ഒരു ഉദാഹരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ മുല്ലപ്പെരിയാർ ഡാം പെട്ടെന്ന് പൊട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വെള്ളം ഒന്നായിട്ട് ഒഴുകിയിട്ട് താഴെയുള്ള എല്ലാ ഗ്രാമങ്ങളും ടൗണുകളും എല്ലാം നശിച്ചു പോകും. ഇതുപോലെ അറ്റാക്ക് വരുന്ന സമയത്ത് ഹൃദയത്തിലെ രക്തക്കൊയിലെ 100% അടഞ്ഞു പോയി ഹൃദയത്തിന്റെ ആ ഭാഗത്തേക്കുള്ള എല്ലാ രക്തോട്ടവും നിന്നു പോയി ഹൃദയത്തിന്റെ മസിലുകൾ മുഴുവനായിട്ട് നശിച്ചു പോകുന്ന മരിച്ചു പോകുന്ന അവസ്ഥ. ഇതാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ.